DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തെ പെൻഷൻ തുകയായി 1600 രൂപ എത്തിച്ചേരുവാൻ പോവുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയായിരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ആദ്യം വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. നിലവിൽ 16 മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് മാർച്ച് 24 തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുക എന്നാണ് ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് കഴിഞ്ഞു വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതിനൊപ്പം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകളുടെയും വിതരണമാണ്. ഇതിനായി മാർച്ച് 25 ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും 1000 കോടി രൂപ വായ്പയെടുക്കുവാനും ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുൻപായി സർക്കാർ തലത്തിലുള്ള ബില്ലുകളും മറ്റ് ചിലവുകൾക്കുമൊക്കെയായി ഭീമമായ തുകയാണ് സംസ്ഥാന സർക്കാരിന് കണ്ടെത്തുവാനുള്ളത്. അതിനിടയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണവും നടത്തുന്നത്. ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിച്ചേരുന്നതാണ്. മാർച്ച് 24, 25 തീയതികളിൽ രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ 48 മണിക്കൂർ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ മാർച്ച് 26 ബുധനാഴ്ച മുതലേ ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണമൊക്കെ ആരംഭിക്കുകയുള്ളൂ. ഏതായാലും അടുത്തയാഴ്ച തന്നെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്കും ആരംഭിക്കുന്നതാണ്. മാർച്ച് 31 റംസാൻ പെരുന്നാൾ വരുന്നതിനാൽ അതിനു മുൻപായി തന്നെ പരമാവധി പേരിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ്. ഇതോടെ കഴിഞ്ഞ 2024 മാർച്ച് മാസം മുതൽ 2025 മാർച്ച് മാസം വരെയായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായി എന്നൊരു ആശ്വാസവും പെൻഷൻകാർക്ക് ലഭിക്കുന്നതാണ്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലും എല്ലാ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. മാത്രമല്ല കുടിശ്ശികയുള്ള 3 ഗഡുക്കളുടെ വിതരണവും ഉണ്ടാകും. കുടിശ്ശിക ഉള്ളതിൽ ഒരു ഗഡുവിന്റെ വിതരണം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് വരുന്ന സൂചനകൾ. വിഷു ഏപ്രിൽ 14 ആയതിനാൽ ഒരു ഏപ്രിൽ 10 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചേക്കും. ഏതാണ്ട് 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തെ 60 ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 തവണയായി 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 4800 രൂപയോളം എത്തുന്ന ഒരു സാഹചര്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആരംഭിക്കുന്ന സമയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് വരും ദിവസങ്ങളിൽ എത്തുമ്പോൾ തന്നെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.